30 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഗിണ്ടി കുടുംബത്തിന്റെ നാഷണൽ ഹെറാൾഡ് കേസ് നടപടി തുടങ്ങി. മോദിയുടെ നാഗ്പൂർ സന്ദർശനത്തോടെ കേന്ദ്ര സർക്കാർ നയങ്ങളിൽ അജ്ഞാതർ നടത്തുന്ന കള്ളക്കളികൾക്ക് ഇതോടെ വിരാമമായി. SFIO, NIA, CBI, RAW, ED, IB, IT, കസ്റ്റംസ് തുടങ്ങിയവയിൽ ഉണ്ടായിരുന്ന അജ്ഞാത ബന്ധനങ്ങൾ പൊട്ടിച്ചേർന്നെന്ന് കരുതാം. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളിൽ അജ്ഞാത ശക്തികളുടെ കൈകടത്തൽ ഒഴിവായതോടെ അന്വേഷണ ഏജൻസികൾ കൂടുതൽ ഊർജ്ജസ്വലരായി കേസ് ഫയലുകൾ പൊടിയും മാറാലിയും തട്ടി നീക്കി പുറത്തെടുക്കാൻ തുടങ്ങി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കമ്പനിയായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ ആസ്തികൾ ഏറ്റെടുക്കാൻ തുടങ്ങിയതിന് ED 700 കോടി രൂപയുടെ ആസ്തിയാണ് ഒന്നാം ഘട്ടത്തിൽ കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വത്തിന്മേലുള്ള കേസ് ഫയലിന്റെ ബന്ധനവും പൊട്ടിച്ചെറിയുമെന്ന് കരുതാം. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസുകളിൽ ഒന്നായ നാഷണൽ ഹെറാൾഡ് കേസ് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അന്വേഷണം പൂർത്തിയാക്കി വ്യക്തമായ തെളിവുകളോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇത് കോൺഗ്രസിനും വലിയ തിരിച്ചടി തന്നെയാണ്. ജനശ്രദ്ധ തിരിക്കാനാണ് എൻഫോഴ്സ്മെന്റിനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടതെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വയം കണ്ണടച്ചിരുട്ടാക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുകയാണെന്ന് വ്യക്തമാണ്. ED ഓഫീസുകളിലേക്ക് കോൺഗ്രസുകാർ നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ സോണിയ കുടുംബത്തിന്റെ പ്രീതി പിടിച്ചു പറ്റാനാണെന്ന് ഏത് പൊട്ടനും അറിയാം. മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെയാണല്ലോ തീവ്ര പ്രതിഷേധക്കാർ. നാഷണൽ ഹെറാൾഡ് കേസ് ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. സോണിയ കുടുംബത്തിന് മുതൽ കൂട്ടാൻ 5000 കോടി രൂപയുടെ അഴിമതി കേസ് നടന്നുവെന്ന് തന്നെയാണ് കേസ്. മൻമോഹൻ സിംഗിനെ പാവ പ്രധാനമന്ത്രിയാക്കി സോണിയ രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ അഴിമതി അരങ്ങേറിയത്. അതിനകം അടച്ചുപൂട്ടിയ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഓഹരികൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് 90 കോടി രൂപ നൽകിയെന്ന് വരുത്തി സ്വന്തമാക്കുകയാണ് സോണിയയും കൂട്ടരും ചെയ്തത്. തീർത്തും നിയമവിരുദ്ധമായ ഈ നടപടിയെ ന്യായീകരിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിച്ചെങ്കിലും നടന്നില്ല. കേസ് നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതും വിജയിച്ചില്ല. ഒടുവിൽ ജാമ്യമെടുത്ത് ഒന്നും സംഭവിക്കാത്തതുപോലെ നടക്കുകയായിരുന്നു സോണിയയും രാഹുലും. താനും മകനും നിരപരാധിയാണെന്നും അന്വേഷണ ഏജൻസി രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നും വരുത്തി തീർക്കാനാണ് സോണിയയുടെ ഈ നാടകമെന്ന് അവരെ അറിയാവുന്ന ആർക്കും മനസ്സിലാകും. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചതുകൊണ്ടോ പൊട്ടിക്കരഞ്ഞതുകൊണ്ടോ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സോണിയയും കൂട്ടുപ്രതികളും കരുതണ്ട. ഇത്തരം ഭീഷണികളും കപട നാടകങ്ങളും ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് മുന്നിൽ വിലപ്പോവില്ല. അഴിമതി കേസുകളിൽ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും. അഴിമതികൾ നടത്താൻ സോണിയയ്ക്കും മക്കൾക്കും നിയമപരിരക്ഷയുണ്ടെന്ന് കോൺഗ്രസുകാർ കരുതുന്നുണ്ടാവും. അത് അവരുടെ കാര്യം. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാർ അതിന് തയ്യാറാവില്ല. 10 വർഷം നീണ്ട UPA ഭരണകാലത്തെ അഴിമതികളെല്ലാം പ്രഥമ സ്രോതസ് സോണിയ തന്നെയായിരുന്നു. അധികാരത്തിന്റെ ബലത്തിൽ മറ്റുള്ളവർ നടത്തുന്ന അഴിമതികളുടെ പങ്ക് സോണിയ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടത് നിയമത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെയും ആവശ്യമാണ്. ഇതിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയും ചെയ്യും. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകൾ ആശ്വാസവും ആവേശവും നൽകുന്നതാണ്. CPM-ഉം കോൺഗ്രസും നടത്തിയിട്ടുള്ള അഴിമതികൾക്കും കള്ളപ്പണ ഇടപാടുകൾക്കും കള്ളക്കടത്തുകൾക്കും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടും മോദിയും അമിത്ഷായും ചേർന്ന കേസുകൾ അട്ടിമറിക്കുകയാണോ എന്ന് പലരും സംശയിച്ചിരുന്നു. എന്നാൽ മോദി ടീമിന്റെ മാർഗമധ്യേ നിലയുറപ്പിച്ചിരുന്ന അജ്ഞാത ശക്തിയെ നിർവീര്യമാക്കിയതോടെ രാജ്യാന്തര കുറ്റവാളികളെ ഭാരത ന്യായ സംഹിത അനുസരിച്ച് പിടികൂടാൻ തുടങ്ങിയിട്ടുണ്ട്.